പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 7 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ സൂപ്പർ കപ്പിന് തുടക്കമാകും. ഈ മാസം 20-നായിരിക്കും സൂപ്പർ കപ്പിന് കിക്ക് ഓഫ്. എന്നാൽ സൂപ്പർ കപ്പിന് വേണ്ടി ആരാധകരും അങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് പുറകിലാവോ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഐ ലീഗ് ക്ലബ്ബ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് പുറകിലാവോ ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ ഒരു ഐ ലീഗ് ക്ലബ്ബ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് പുറകിലാവോ ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത്. ഐ ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സ് ആണ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ഏതായാലും ഇന്റർകാഷി എന്ന് പറയുന്ന ഒരു ഐ ലീഗ് ക്ലബ്ബ് ഇപ്പോൾ ഒരു അപ്പീൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിരുന്നു. അവർക്കൊരു 3 പോയിന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു അപ്പീല് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കേസൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ അപ്പീൽ പരിഗണിച്ച ശേഷം ഒരു വിധി വരാനും ഇപ്പോൾ ഇരിക്കുകയാണ്. അതിനിടയിൽ വെച്ചാണ് ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചർച്ചിൽ ബ്രദേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ഏതായാലും 1-ാം സ്ഥാനത്ത് എത്തിയ ചർച്ചിൽ ബ്രദേഴ്സിന് ഇപ്പോൾ കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. ഒരു സാധ്യതാ ജേതാക്കളായി മാത്രമാണ് ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിനെ ഐ ലീഗ് ഇപ്പോൾ നിലവിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് പുറകിലാവോ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ചർച്ചിൽ ബ്രദേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുന്ന 20-ാം തീയതി തന്നെയാണ്. അന്ന് രാത്രി മോഹൻ ബഗാനുമായിട്ടായിരുന്നു അവരുടെ മത്സരം വരുന്നത്. എന്നാൽ അവരിപ്പോൾ പിന്മാറിയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവർ പിന്മാറിയത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നേരിട്ട് തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറും എന്നുള്ളതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഇനി പിന്മാറിയത് കൊണ്ട് തന്നെ വേറെ വല്ല ഐ ലീഗ് ക്ലബിനെയും ഇനി കൊണ്ടുവരുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട കാഴ്ച കൂടിയായിരിക്കും. അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ റിയൽ കാശ്മീരിനായിരിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് ഇപ്പോൾ ഇന്റർകാഷി അപ്പീൽ കൊടുത്തത് കൊണ്ട് തന്നെ ചർച്ചിൽ ബ്രദേഴ്സ് ഇപ്പോൾ പിന്മാറി സൂപ്പർ കപ്പിൽ നിന്നും എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് പുറകിലാവോ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.